യൂത്തിന്റെ ഒരു ആഘോഷം കൂടിയാണ് ഇതിന്. വീട്ടിൽ അനുഭവിക്കുന്നതും വീട്ടിൽ കണ്ടുവരുന്നതൊക്കെ തന്നെയാണ് ഇതിലും പറയുന്നത്. നല്ല മെസ്സേജ് ഉണ്ട് ഈ പടത്തിൽ, എല്ലാവരും കാണും. പടത്തിലുള്ള ഇടം നിങ്ങൾ കാണണം, അടിപൊളിയാണ്. എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു വാഴയാണെങ്കിൽ അതുകൊണ്ടല്ലേ. വാഴ വാഴ എങ്ങനെയുണ്ട് കൊള്ളാം. എങ്ങനെയുണ്ട് ഇത് കണ്ടപ്പോൾ? നല്ല പറഞ്ഞാൽ നല്ല എല്ലാവർക്കും മനസ്സിലാവാൻ പറ്റുന്നത്, എല്ലാവർക്കും ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ടുള്ള തന്നെ സിനിമയാണ്. കാരണം കൊച്ചുപിള്ളേരല്ല, നമ്മളെ പോലെ ടീനേജേഴ്സിന് എന്തായാലും ചിലതൊക്കെ റിലേറ്റബിൾ ആയിരിക്കും. കാരണം നമ്മൾ വീട്ടിൽ അനുഭവിക്കുന്നതും വീട്ടിൽ കണ്ടുവരുന്നതൊക്കെ തന്നെയാണ് ഇതിലും പറയുന്നത്. നല്ല സ്റ്റോറിയാണ്, നല്ല സ്റ്റോറി, കൊള്ളാം. സൂപ്പർ പടമല്ലേ? നല്ല പടമായിരുന്നു. നല്ല പടമായിരുന്നു. നല്ല പടം. വാഴ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു വാഴയാണെങ്കിൽ അതുകൊണ്ടല്ല എല്ലാ പടവും സൂപ്പർ പടമായിരുന്നു. നല്ല തമാശ എല്ലാം ഉണ്ടായിരുന്നു. എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പടം, ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പടം, എനിക്ക് എൻ്റെ മാതാപിതാക്കളെ കുറിച്ച് ഓർക്കാൻ പറ്റിയ ഒരു പടം. അങ്ങനെ എല്ലാവർക്കും രസിക്കാനും സന്തോഷിക്കാനും ഒക്കെ എന്ന കണ്ണ് നനയിക്കുന്നുമുണ്ട്. എൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രേക്ഷകൻ്റെയും അത് തന്നെ ആയിരിക്കും വികാരം. തിയേറ്ററിൽ ഒരു ആവേശം, ഒരു ഉത്സവമാണ്. ഈ വിശേഷം യൂത്തിൻ്റെ ഒരു ആഘോഷം കൂടിയാണ് ഇതിന്. അതിൻ്റെ കൂടെ നമ്മൾ നിൽക്കും. മെസ്സേജ് അടിച്ചേൽപ്പിക്കുന്നില്ല, പക്ഷെ അതിൻ്റെ ഇടയിൽ വരികൾക്കിടയിൽ വായിച്ചെടുക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള രീതിയിൽ വായിച്ചെടുക്കാം. അല്ല ഇന്ന രീതിയിലെന്ന് പറഞ്ഞ് ഒരു ഉപദേശമൊന്നും നൽകുന്ന പടമൊന്നുമല്ല, അങ്ങനെ സന്ദേശമൊന്നുമില്ല. പക്ഷെ നമുക്ക് ഓരോ കാര്യങ്ങളും ഓരോ സീനും നമുക്ക് അത് എങ്ങനെ വായിച്ചെടുക്കണം എന്നുള്ളത് അവരവർക്ക് തീരുമാനിക്കാം. പടമാണ്, സന്തോഷമുണ്ട് ഇതിന്റെ പാർട്ടാവാൻ കഴിഞ്ഞതിൽ. അദ്ദേഹം പിന്നെ ജോമോന്റെ കുട്ടിക്കാലം ചെയ്തതാണ്. അപ്പോൾ വളരെ സന്തോഷം. നല്ല മെസ്സേജ് ഉണ്ട് ഈ പടത്തിൽ, എല്ലാവരും കാണുക. സങ്കടമുണ്ട്, സന്തോഷമുണ്ട്, ഫൈറ്റുണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ പടത്തിലുള്ള ഇടം നിങ്ങൾ കാണണം, അടിപൊളിയാണ്. ഭയങ്കര ഇമോഷണലി അത് നല്ല കോമഡി, എൻ്റെ സൂപ്പർ പടം, എല്ലാവരും കാണും. ഞാൻ ഇന്നാണ് കാണുന്നത്, ഷൂട്ട് കഴിഞ്ഞിട്ടപ്പോൾ അടിപൊളി. ഭയങ്കര ചിരിയുണ്ട്, ഭയങ്കര സന്തോഷം. പിന്നെ ആക്ഷനൊക്കെ ഇനി അടുത്ത സെക്കൻഡ് പാർട്ടുണ്ട്. ആക്ഷൻ എങ്ങനെയുണ്ട് കൂടെ അഭിനയിച്ചപ്പോൾ? എങ്ങനെയുണ്ട്? ഫസ്റ്റ് ടൈമാണ് ബിഗ് സ്ക്രീനിൽ ആദ്യമായിട്ടാണ് പറഞ്ഞത്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ജോമന്റെ ചെറിയ പ്രായമായിട്ട് അഭിനയിച്ച മൂസയാണ്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. 10 ദിവസം എല്ലാരും ഇങ്ങനെ കാണാം. എല്ലാരും റിലേറ്റബിൾ ആയിട്ടുള്ള വോയിസ്, എല്ലാവരും യൂത്തുകാർ കാണണം.